നിനക്ക് ഹിന്ദി അറിയാമോ? അറിയാമോന്ന്? ഇല്ല. ആ, ഈ കാര്യത്തിൽ ഭാഷ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. തെലുങ്കനോട് തെലുങ്കും, കന്നഡക്കാരനോട് കന്നഡയും, ഹിന്ദിക്കാരനോട് ഹിന്ദി പറഞ്ഞ അതിന്റെ മെച്ചമൊന്ന് വേറെയാ. സാരമില്ല, ഭാഷയ്ക്ക് പകരം നിന്റെ ഈ പ്രായമുണ്ടല്ലോ, അയാള് പുല്ല് പോലെ ഒപ്പിട്ട് തരും. പിന്നെ എല്ലാ പേപ്പറിലും ഒപ്പിട്ടോന്ന് വെരിഫൈ ചെയ്തോണം. ഹോട്ടലിൽ നിന്ന് പൊടിയും തട്ടി പോന്ന ശേഷേ പിന്നെ അതും പറഞ്ഞോണ്ട് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. എന്തേ, കേട്ടോ? കേട്ടോന്ന്? പൊന്നുമോക്ക് എന്താ ഒരു ഗൗരവം? ഒരു ഗൗരവം വേണ്ട. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. ഇനി അങ്ങോട്ടേ നിന്റെ സർവ്വ കാര്യങ്ങളും തീരുമാനിക്കുന്നതേ ദാ ഈ സരസമ്മയാ. ബ്ലാങ്ക് ചെക്കാ ഡാനിയൽ സാർ സരസമ്മയ്ക്ക് തന്നിരിക്കുന്നത്. അത്രയ്ക്ക് വിശ്വാസമാ സാറിന് നിന്നെ. ലെഫ്റ്റ് റൈറ്റ് തിരിയണമെങ്കിലേ ദേ സരസമ്മ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയണം. പിന്നെ ഇത് ഞാൻ നിന്റെ കാര്യത്തിൽ ഏറ്റെടുക്കുന്ന ഫസ്റ്റ് കേസാ. ഹോട്ടൽ പേൾവ്യൂ. ഇത് വിജയിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. അതോടെ മണിമാളികയിലെ എന്റെ പൊസിഷൻ ഉറയ്ക്കും. അങ്ങനെ ഡാനിയൽ സാർ ഇറക്കി വിടുന്നത് വരെ നമ്മൾ ഒന്നിച്ച്. ആ, അത്രയെങ്കിലും അത്രേ. അന്ന് നീ എന്നെ ചതിച്ച ശേഷം ഒളിവിലായപ്പോ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഇനി സരസമ്മയ്ക്ക് പട്ടിണി കിടക്കാനും കഷ്ടപ്പെടാനും ഒന്നും വയ്യ. നീ മനസ്സ് വെച്ചാൽ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നിനക്ക് പിന്നെ അങ്ങോട്ട് ശനി ദശയാ മോളെ. ഒതുക്കിക്കൊളയും നിന്നെ ഞാൻ. ആ,
ഹലോ. സാറേ, ഇത് ഞാനാ, സരസമ്മയാ സാറേ. എന്താ കുഴപ്പമായി സാറേ, ആകെ പ്രശ്നമായി. കാര്യം പറയടി. യമുന യമുന, പറയടി. ട്രാഫിക്കിൽ വണ്ടി നിർത്തിയപ്പോ അവൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. വാട്ട്? നീ എന്താടി പറഞ്ഞത്? സത്യമാ സാറേ, ഓർക്കപ്പുറത്ത് ഇറങ്ങി ഓടുകയായിരുന്നു. ഒരുപാട് വണ്ടികളുടെ ഇടയിൽ കൂടെ എങ്ങോട്ട് ഓടിപ്പോയി കളഞ്ഞു സാർ. Bloody rascal. അവൾ എങ്ങോട്ടാ പോയതെന്ന് നീ കണ്ടില്ലടി? ഇല്ല സാർ, പിറകെ ഞങ്ങൾ കുറെ ദൂരം ഓടി നോക്കി. പക്ഷേ ആ ദ്രോഹി രക്ഷപ്പെട്ടു കളഞ്ഞു സാർ. എന്നോട് ദേഷ്യം തോന്നല്ലേ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലടി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ പ്രോജക്റ്റ് ഒന്നോളം തകർത്തിട്ട് നിന്ന് മോങ്ങുന്നോടി. Bloody bitch. അവളില്ലാതെ നീ തിരിച്ചു വരരുത്, മനസ്സിലായോ? വന്നാൽ ഫ്രെഡി, പ്ലാൻ പൊളിഞ്ഞടോ. അവൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോക്കളഞ്ഞു. ഹെവി ട്രാഫിക്കിലായതുകൊണ്ട് പിടികൂടാൻ പറ്റിയില്ല. വിടരുത്, സിറ്റി മുഴുവൻ അരിച്ചു പറക്കിക്കോ. എങ്ങനെയും എന്ത് റിസ്ക് എടുത്തും അവളെ പൊക്കണം, നമ്മുടെ ഫോഴ്സ് മുഴുവൻ ഉപയോഗിച്ച്. പിന്നെ ഫ്രെഡി, അവളെ കിട്ടിയില്ല എന്ന വാർത്ത എനിക്ക് ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ്? ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് പോവും? അതാലോചിക്കുന്നേ. ഈ ലോഡ്ജിൽ താമസിക്കാൻ പറ്റില്ല, സേഫ് അല്ല. ഒരു സ്ഥലം കണ്ടെത്തിയേ മതിയോ, സുരക്ഷിതമായ ഒരു സ്ഥലം. ഡാനിയൽ സാർ ഇപ്പൊ അറിഞ്ഞിരിക്കും. എന്നെ തിരക്കി എല്ലാ ഭാഗത്തേക്കും ഗുണ്ടകളെ അയച്ചിരിക്കും. അത് നാച്ചുറൽ അല്ലേ. കിളി വല പൊട്ടിച്ചു പോയാ വേടം വെറുതെ ഇരിക്കൂ. രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. യമുനെ, എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ആ കാലന്റെ കയറി നിന്ന് രക്ഷപ്പെട്ടത് ചാകാനാണോ? ഇങ്ങോട്ട് നോക്ക്, മരണത്തെ പറ്റിയല്ല ഇപ്പൊ ചിന്തിക്കേണ്ടത്. ഒരു താവളം, അതാ. ഡാനിയലിന്റെ നോട്ടം ചെന്നെത്താത്ത ഏത് സ്ഥലമുള്ളത്? എവിടെയായാലും അയാളുടെ ആൾക്കാരെത്തും. അത്ര പവർഫുൾ നെറ്റ്വർക്ക് അയാളുള്ളത്. അറിയാം. യെസ്, കിട്ടി. സുരക്ഷിതമായ ഒരു സ്ഥലം. തമ്പാ, പിടി. എങ്ങോട്ടാ വിശാൽ? വാ, പറയാം.
ആ ചേച്ചി ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് കണ്ടോ? പതുക്കെ. ശ്ശോ. കർത്താവേ, ഇത് വിശ്വസിക്കാമോ? പകല് പോലെ വിശ്വസിക്കാം. പാടോ. ആ, മോളെ, അന്നമ്മ ചേച്ചി നീ ഇങ്ങ് വന്നോ? എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ കർത്താവേ. ഞാൻ വാക്ക് തന്നിരുന്നല്ലേ എന്ത് ത്യാഗം സഹിച്ചും യമുനയുടെ കൊണ്ടുവരുന്ന ദേ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു. ഇനി സിംഹവും ചെന്നായും കടുകലും ഒന്നും തട്ടിയെടുക്കാതെ ഭദ്രമായി സൂക്ഷിക്കേണ്ട ഡ്യൂട്ടി നിങ്ങളുടെതാ. എങ്ങനെ രക്ഷപ്പെട്ടു കുഞ്ഞെ? ആ രാക്ഷസൻ അറിഞ്ഞില്ലേ? ഇപ്പൊ അറിഞ്ഞു കാണും. ഭ്രാന്ത് പിടിച്ച് തുരുതുര സെർച്ച് ആരംഭിച്ചിട്ടുണ്ടാവും. അന്നാമച്ചേട്ടത്തെ അന്ന് പറഞ്ഞ വേട്ടപ്പട്ടികൾ ഇന്ന് എല്ലാ ദിക്കിലും പാഞ്ഞു നടക്കുന്നുണ്ടാവും നഷ്ടപ്പെട്ട മുതല് കണ്ടുപിടിക്കാൻ. മാതാവേ, എനിക്ക് പേടിയാവുന്നു. ഈ പേടിയിലും ഒരു ത്രില്ലുണ്ട് അല്ലേ മുനെ? എങ്ങനെയാ മോളെ നിങ്ങൾ അവിടുന്ന് ചാടിയത്? ഡാനിയൽ സാറിന്റെ ലക്ഷങ്ങളുടെ കുറെ പേപ്പേഴ്സിൽ ഒപ്പിട്ട് കിട്ടാൻ ഹോട്ടൽ പേൾവ്യൂയിലേക്ക് ബലമായിട്ട് പറഞ്ഞയച്ചതായി മുനെ. ഒപ്പിടേണ്ട ഒരു നോർത്ത് ഇന്ത്യൻ ഉദ്യോഗസ്ഥനുള്ള ഇരയായിട്ട്. മാതാവേ, എന്നിട്ട്? വിവരങ്ങൾ എനിക്ക് നേരത്തെ കിട്ടിയിരുന്നതുകൊണ്ട് ഇവരുടെ കാറിനെ ഞാൻ ഫോളോ ചെയ്തു. വഴിയിൽ വെച്ച് യമുനെ കാറിൽ നിന്ന് ഇറങ്ങി ഓടി. എന്റെ പുഷ്പവിമാനം ഫുൾ ടാങ്ക് പെട്രോൾസ് റെഡിയായി നിൽപ്പല്ലേ. യമുന പാഞ്ഞു വന്ന് എന്റെ പിന്നിൽ കയറുന്നു. വിമാനം പറക്കുന്നു. ദേ ഈ ഒളിത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നു. ആരും കണ്ടില്ലല്ലോ? ഇല്ല, നല്ല ട്രാഫിക് ആയിരുന്നുകൊണ്ട് ഞാൻ ഏത് വഴിക്കാ ഓടിയെന്ന് അവർക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കില്ലെന്ന് തോന്നുന്നേ. തോന്നലല്ല, അതാണ് സത്യം. കള്ളന്റെ തലയണ കീഴിൽ താക്കോൽ ഒളിപ്പിച്ച യജമാന് സുഖമായിട്ട് ഉറങ്ങാം. ഡാനിയൽ സാറ് ഭൂമിയിൽ എവിടെയും ഏത് മുക്കിനും മൂലയിലും യമുനെ സെർച്ച് ചെയ്യും. ഇവിടെ ഒഴിച്ച് ഈ താവളം പറഞ്ഞതിന് രാമേട്ടനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. പാവം ഇപ്പൊ എവിടെയാണോ ആവോ. എന്നാലും വിശാൽ ഒരുപാട് സൂക്ഷിക്കണം. ആരെയും വിശ്വസിക്കാത്തവനയാൾ. പുറമെ ചിരിച്ചുകൊണ്ട് അകമേ പല്ലിഞ്ഞിരിക്കുന്നവൻ. യമുന മോള് പറഞ്ഞത് നേരാ മോനെ. സൂക്ഷിക്കണം. സംശയത്തിന്റെ ഒരു തുമ്പ് കിട്ടിയാൽ മതി, നശിപ്പിച്ചു കളയോ അയാള്. എനിക്കറിയാം ചേട്ടത്തെ. എന്ന് വെച്ച് പേടിച്ചൊതുങ്ങിയിരുന്നെങ്കിൽ ഈ പാവത്തെ ഇവിടെ എത്തിക്കാൻ പറ്റുമായിരുന്നോ?